ഞാൻ പ്രണയിക്കുന്നത് മറ്റൊരു പെൺകുട്ടിയാണെന്നുള്ള സത്യം നയനയോട് അനി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നയന പറയുന്നുണ്ട്, അത് ആരാണെങ്കിലും അത് നീ വേണ്ടെന്ന് വെച്ചേക്ക്, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്റെയും നവ്യേച്ചിയും അവസ്ഥയായിരിക്കും ആ പെൺകുട്ടിക്കും ഇവിടെ വരുമ്പോൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനി ആദർശിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഏട്ടാ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് ചോദിക്കുമ്പം, നീ എന്താ ഈ പറയുന്നത്? മുത്തശ്ശൻ പോയി വാക്ക് കൊടുത്തില്ലേ? അത് മാത്രല്ല, നിനക്കിപ്പോ 10-25 വയസ്സായി, ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ള സമയവുമായി. അതിനൊക്കെയുള്ള പ്ലാനിങ് ഇവിടെ നടക്കുന്നുണ്ട്. നിന്റെ കളിയും തമാശയൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക് എന്ന് പറയുന്നുണ്ട്. അനി പറയുന്നുണ്ട്, ഏട്ടാ, എനിക്കിപ്പോ കല്യാണം വേണ്ട. കാരണം ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് മാത്രം മതി. അത് മാത്രമല്ല, ഈ അനാമികയായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധം പോലും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയാണ്, നീ അല്ലേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും എല്ലാവരോടും സംസാരിപ്പിച്ചതും എല്ലാം. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഞങ്ങളൊക്കെ സ്വീകരിച്ചത് എന്ന് പറയുമ്പോഴേക്കും, ഞാൻ അവളെ ഇഷ്ടമാണെന്നോ പ്രണയിക്കുന്നെന്നോ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവൾ കുറച്ച് ഓവർ സ്മാർട്ടാ, എനിക്കത് ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ട്. എടാ, ഇപ്പോഴത്തെ എല്ലാ പെൺകുട്ടികളും ഓവർ സ്മാർട്ട് തന്നെയാ. അതൊരു നല്ല കാര്യമല്ലേ? നയനേച്ചിയെ പോലെ ഒരു പെൺകുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അവളുടെ സ്വഭാവം ശരിയല്ല ഏട്ടാന്ന് പറയുമ്പം, അതൊക്കെ ശരിയായിക്കോളും, വിവാഹം കഴിയുമ്പം എല്ലാം എല്ലാം ഓക്കെ ആയിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. നീ നമ്മുടെ മുത്തശ്ശന്റെ കാര്യം ആലോചിച്ചോ? മുത്തശ്ശനെ ഒരു കാരണവശാലും നമ്മള് വേദനിപ്പിക്കാൻ പാടില്ല. മുത്തശ്ശനാണ് വാക്ക് കൊടുത്തത്. അത് മാത്രല്ല, ഈ സമയത്ത് ഇങ്ങനെ ഒരു കല്യാണം വേണമെന്ന് ആവശ്യപ്പെട്ടത് മുത്തശ്ശൻ തന്നെയാ. അതുകൊണ്ട് തന്നെ മോന് അതങ്ങ് സമ്മതിച്ചേക്ക്. എന്തിനാ വിഷമിക്കുന്നത്? നല്ല കുട്ടിയല്ലേ അനാമിക എന്നൊക്കെ പറയുമ്പോഴേക്കും, ഏട്ടാ, അതല്ല. എന്താടാ, നീ വേറെ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? എന്റെ പൊന്നേട്ടാ, അതൊന്നും അല്ല, എനിക്കിപ്പോ കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ട് നന്ദു അനി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ശരിയാവും, നീയേ ആദ്യം പോയി കല്യാണത്തിനുള്ള പ്രിപ്പറേഷനൊക്കെ നടത്താൻ നോക്ക് ചെല്ല് എന്നും പറഞ്ഞിട്ട് കളിയാക്കി പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അനി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നന്ദുവിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നന്ദു ഒരു കടയിൽ നിന്ന് ഒരു സാധനമൊക്കെ മേടിച്ചുകൊണ്ട് ഇറങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അനി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ വെച്ച് തന്നെ കാണുന്നൊരു തോന്നലുണ്ടായി, ഞാൻ വിളിച്ചാൽ എന്താ ഫോൺ എടുക്കാത്തെ? അപ്പോഴേക്കും നന്ദു പറയാണ്, നിന്റെ കാര്യങ്ങൾ സംസാരിക്കാനും നിന്നോട് മിണ്ടാനും ഒക്കെ ഇപ്പൊ അനാമികയുണ്ട്, അവളാണ് ഇനി നിന്നെ സംസാരിക്കേണ്ടത്. അപ്പൊ അനി പറയാണ്, എന്നും കരുതി ഞാൻ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ മറക്കണമെന്നാണോ നീ പറയുന്നത്? അതല്ല അനി, നിനക്ക് ഇനിയിപ്പം അനാമികയാണ്, അതുകൊണ്ട് അത് തന്നെ സ്വീകരിച്ചാൽ മതി എന്ന് പറയുന്നു. എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. നമുക്കൊരു കോഫി കുടിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ, ഞാനിപ്പോ ഒരെണ്ണം കുടിച്ചതേ ഉള്ളൂ, എങ്കിൽ ഒരെണ്ണം കൂടെ ഒന്ന് കുടിച്ചൂടെ? നീ ബാ, എന്റെ കൂടെ ഒന്ന് വാ എന്ന് പറയുമ്പോഴേക്കും, ഇല്ല അനി, എന്റെ മനസ്സിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്കൊരു ജോലി മേടിക്കണം, കുറെ ക്യാഷ് ഉണ്ടാക്കണം, എന്റെ അച്ഛനെ സഹായിക്കണം, വീട്ടിലെ അവസ്ഥയൊക്കെ വല്ലാത്തൊരവസ്ഥയാണെന്നൊക്കെ പറയുമ്പോൾ, ഞാൻ എന്റെ കമ്പനിയിൽ ജോലി നിനക്ക് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും വേണ്ട, അത് മതി ഇനി അനന്തപുരിയിൽ മറ്റൊരു പൊട്ടിത്തെറിക്ക് എന്ന് പറയുന്നുണ്ട്. നവ്യേച്ചി ഞങ്ങളെല്ലാരും ഒരുമിച്ച് ചതിച്ചില്ലേ, അതൊക്കെ ഇപ്പം അവരെല്ലാരും മനസ്സിൽ കാണും. അതുകൊണ്ട് അതുപോലൊരു അതുപോലൊരു ചതി ഇനി ആരും അവിടെ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അനി എന്നോട് ഇനി മിണ്ടണ്ട. അതുകൊണ്ട് അനി ഇനി അനാമികയോട് മാത്രം മിണ്ടിയാ മതി എന്നൊക്കെ നന്ദു പറയുമ്പോഴേക്കും അനി ചോദിക്കാണ്, എന്താ നീ പറയുന്നത്? എന്ന് വെച്ച് നീ എന്റെ ഫ്രണ്ട് അല്ലാതാവോ? എന്റെ മനസ്സിൽ ഇപ്പോഴും നീ മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും വേണ്ട അനി, ഞാൻ പോവാ. ഇനി നമ്മൾ തമ്മിൽ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. എവിടെയെങ്കിലും വെച്ചാല് ചെറിയൊരു ഹായ്, അത് മാത്രം മതി എന്നും പറഞ്ഞിട്ട് നന്ദു തിരിഞ്ഞടക്കുന്നുണ്ട് കേട്ടോ. തിരിഞ്ഞടക്കുമ്പോൾ അവൾ കരഞ്ഞോണ്ടാണ് പോകുന്നത്. അനിയാണെങ്കിൽ അവളെ നോക്കി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് അനന്തപുരിയില് നയന ഇങ്ങനെ ബ്ലൗസ് ഒക്കെ തുന്നിക്കൊണ്ട് നിൽക്കായിരിക്കും കേട്ടോ. അങ്ങോട്ടേക്ക് നന്ദു അനി വരുന്നുണ്ട്. എന്താ അനി, നിനക്ക് എന്നോടെന്തോ സംസാരിക്കാനുള്ളത് പോലെ ഉണ്ടല്ലോ ഏട്ടത്തി. അപ്പോഴേക്കും നയനെ പറയാണ്, അതെ, നിന്റെ കല്യാണ കാര്യത്തെ പറ്റി വല്ല ആണെങ്കിൽ അത് എന്നോട് പറയണ്ട. അതിന് എന്റെ സഹായം ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുകയും വേണ്ട. വേറെ ഒന്നും കൊണ്ടല്ല. കാരണം അനാമികയെ പോലെ വലിയ കാശുള്ള വീട്ടിലെ പെൺകുട്ടി നിന്നെ വിവാഹം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതിൽ ഞാൻ എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞാല് അത് അസൂയ കൊണ്ടാണെന്ന് മാത്രമേ പറയുള്ളൂ. ഞാനും എന്റെ ചേച്ചിയും ഇവിടെ വന്നതിന് ശേഷം അനുഭവിക്കുന്നതൊക്കെ അനി കാണുന്നതല്ലേ. അതുകൊണ്ട് അനാമികയൊക്കെ വിവാഹം കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നോക്ക്. അവളൊക്കെ ക്യാഷുള്ള വീട്ടിലെ വലിയ പെൺകുട്ടിയാ. അവളെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുന്ന ഒരാള് വീട്ടിലേക്ക് കയറി വരുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത് എന്തൊക്കെ നയന ചോദിക്കുന്നുണ്ട്. ഏട്ടതി, അതൊന്നും അല്ല. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്താടാ, നീ ആ പ്രണയിക്കുന്ന പെൺകുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം, അതൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. അവക്ക് നിന്നെ ഇഷ്ടമാണോ? അവക്ക് എന്നെ ഇഷ്ടമാക്കിയാ എന്റെ വിവാഹക്കാര്യം അറിഞ്ഞത് മുതലേ അവൾ ആകെപ്പാടെ ഡെസ്പ എന്ന് പറയുന്നുണ്ട്. അവള് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം, അതും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരെ ഉള്ളിൽ മാത്രമേ പ്രണയമുള്ളൂ, ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ മറ്റൊരു പെൺകുട്ടിയെ എനിക്ക് സ്വീകരിക്കുന്ന വയ്യ ഏട്ടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയാണ്, എന്റെ മോൻ അതെല്ലാം മറക്കണം ദയവ് ചെയ്ത്. കാരണം മുത്തശ്ശൻ ആ വാക്ക് കൊടുത്തത്, മുത്തശ്ശൻ കരുതിയിരിക്കുന്നത് നിനക്ക് അനാമികനെ ഇഷ്ടമാണെന്നാ. അതും പറഞ്ഞിട്ടല്ലേ മുത്തശ്ശൻ വാക്ക് കൊടുത്തത്. അതുകൊണ്ട് അതെല്ലാം മറന്നിട്ട് നീ അനാമികനെ സ്വീകരിക്കാൻ തയ്യാറാവണം. ഈ ഒരു കാര്യം പറഞ്ഞ് നീ ആദർശേട്ടൻ്റെ അടുത്തും പോവണ്ട. കാരണം ആദർശേട്ടനും മുത്തശ്ശൻ പറഞ്ഞതല്ലേ അനുസരിക്കുള്ളൂ. മുത്തശ്ശന് സന്തോഷം മാത്രമേ ഇപ്പൊ ഈ വീട്ടിൽ എല്ലാവരും ആഗ്രഹിക്കത്തുള്ളൂ.
മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും സന്തോഷമൊക്കെ ത്യജിക്കുന്നതിലും കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അവനെന്ന് അനി സങ്കടപ്പെട്ട് അവന്റെ മുറിയിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് നന്ദുവിന്റെ ഫോട്ടോ എടുത്ത് മൊബൈലിൽ നോക്കിയിട്ട് ഇങ്ങനെ അവൻ ആ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അവർ ഒരുമിച്ച് ബൈക്കിൽ പോയതും കളിച്ചതും കാര്യങ്ങളെല്ലാം അവൻ ഓർക്കാണ് കേട്ടോ. അങ്ങനെ അവൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്ദു, നിന്നെ എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങനെ ഫീൽ ചെയ്ത് അവളുടെ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കനകത്തിനാണ് കേട്ടോ. അവളെ പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് നന്ദു അങ്ങോട്ട് വന്നിട്ട് നന്ദു ഒരേ നിൽപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നീ എന്താടി ഇങ്ങനെ ഒരേ നിൽപ്പ് തന്നെ നിൽക്കുന്നേ, പോയി കുറച്ച് സവാള ഇങ്ങ് എടുത്തോണ്ട് വന്നേ എന്ന് പറയുന്നുണ്ട്. ആ ശരിയമ്മയെന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് പോകുന്ന സമയത്ത് നയന കനകത്തിനെ ഫോൺ ചെയ്യുന്നുണ്ട്. ആ മോളെ എങ്ങനെയുണ്ട് അവിടെ, എന്തെങ്കിലും വിഷയമുണ്ടോ, നവ്യയുടെ കാര്യം പറഞ്ഞ് പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, ഇല്ലമ്മേ അങ്ങനെയൊന്നും ഒരു വിഷയമില്ല, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം, അനിയുടെ വിവാഹം ഉറപ്പിച്ചു എന്ന് പറയാണ്. ആണോ മോളെ, അത് സന്തോഷമുള്ള കാര്യമാണല്ലോ എന്നൊക്കെ പറയുമ്പം നന്ദു അത് കേട്ട് ഒന്ന് ഷോക്കായിട്ട് അവളുടെ കയ്യിലുള്ള സബോളയെല്ലാം താഴെ പോകുന്നുണ്ട്. എന്താടി നിനക്ക് ബോധം പൊക്കണമെന്ന് ഇല്ലേ, സബോള മൊത്തം താഴെ കളഞ്ഞല്ലോ എന്നൊക്കെ പറയാണ്. എന്താമേ അവിടെ വിഷയം എന്ന് ചോദിക്കുമ്പം, ഇല്ലടി അവൾക്ക് സബോള എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടതാ, അത് മൊത്തം അവള് താഴെ കളഞ്ഞു. അമ്മേ അവളെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ, അവൾക്ക് നല്ല ബോൾഡായ പെൺകുട്ടിയാ, അവളെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കും, പെട്ടെന്ന് നമുക്കൊരു മാറ്റം ഉണ്ടായാൽ അത് നമ്മൾ ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറയുമ്പം അത് ഞാൻ നോക്കിക്കൊള്ളാം മോളെ എന്ന് പറയുന്നുണ്ട്. പിന്നെ നാളെ തന്നെ ജോലിസിൽ വരും, തീയതി നിശ്ചയിക്കാനായിട്ട് നിശ്ചയമോ മറ്റോ ഒന്നും ഇല്ലാതെ നേരെ കല്യാണം തന്നെയാ. മുത്തശ്ശനും സന്തോഷത്തിനു വേണ്ടി അതെന്തായാലും നല്ല കാര്യമാ മോളെ. അനാമിക വലിയ കാശുള്ള വീട്ടിലെ പെൺകുട്ടിയല്ലേ, എന്തായാലും എന്റെ 2 മക്കളും അനുഭവിച്ചതിനെക്കാട്ടിലും ആ കുട്ടിയൊന്നും അനുഭവിക്കേണ്ടി വരില്ല, അവള് സ്വത്തുള്ള വീട്ടിലാണല്ലോ എന്ന് കനകം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാവം നന്ദു അവിടുന്ന് സബോളയൊക്കെ പറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ പറയുന്നുണ്ട്, അമ്മ അതുപോലെ തന്നെ ഒരു ഡോക്ടർ വന്നു, മുത്തശ്ശിന്റെ കാര്യത്തിൽ നല്ല കാര്യമാണ് പറഞ്ഞത്, മുത്തശ്ശിന് റിക്കവർ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പറയാണ്, ആ നവ്യേച്ചി എന്ന് പറയുമ്പം ആ ജന്തുവിന്റെ കാര്യം എന്നോട് മിണ്ടണ്ട, അവളെ ഞാൻ എന്നെ തല മുഴുകിയതാ, അവള് കാരണ എന്റെ മക്കൾക്ക് ഈ ഗതി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനിയുടെ കല്യാണക്കാരിയൊക്കെ നന്ദുവിനോട് അവര് പറയുന്നുണ്ട് കേട്ടോ. കനകം പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ അവളെ മുറിയിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് നന്ദു പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അവള് കട്ടിലേക്ക് വീണ് കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട്. അനിയുടെ കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ട് പിന്നീട് അനി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ നേരെ അനാമികയെ കാണാൻ വേണ്ടിയിട്ട് ഒരു കോഫി ഹൗസിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഇപ്പൊ ഈ കല്യാണം വേണോ അനാമിക എന്ന് ചോദിക്കുമ്പം, എന്താണ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, നമുക്കൊരു 5-6 മാസമൊക്കെ കഴിഞ്ഞിട്ട് പോരെ, നമുക്ക് കുറച്ച് പ്രേമിച്ചു കിടക്കാം എന്നൊക്കെ പറയുമ്പം അനാമിക പറയാണ്, ഇല്ല അങ്ങനെയൊന്നും ഇല്ല, ഇപ്പൊ താലി കെട്ടാൻ പറഞ്ഞാലും ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുവച്ചാലും താലി കെട്ടാൻ ഞാൻ തയ്യാറാ. പിന്നെ നിനക്ക് എന്താ ഒരു ഇഷ്ടമില്ലാത്തതുപോലെ, സാധാരണ കല്യാണം കഴിഞ്ഞാലാ ഇഷ്ടമൊക്കെ കുറയുന്നത്, ഇപ്പൊ നിനക്ക് ഇപ്പോഴേ ഇഷ്ടമൊക്കെ കുറഞ്ഞു എന്ന് ചോദിക്കുമ്പോഴേക്കും അങ്ങനെയൊന്നും അല്ല, വീട്ടില് പെട്ടെന്ന് തീരുമാനം എടുത്തോടെ തോന്നി, എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം അതൊക്കെ അക്സെപ്റ്റ് ആവും, വീട്ടിലേക്ക് അനന്തപുരി തറവാട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഡ്രീമാ എന്ന് പറയുന്നുണ്ട്. എന്റെ അച്ഛൻ പറഞ്ഞു, മൂർത്തി സാറിനെ പോലെ ഒരാള് അവിടെ ഉള്ളിടത്തേക്ക് എന്റെ മോളെ വിടുന്നത് അച്ഛന് സന്തോഷമാണെന്ന്, പിന്നെ നിന്റെ ആ ഏട്ടത്തിമാരുണ്ടല്ലോ എന്ത് ഫ്രോഡുകളാ അവര് എന്ന് പറയുന്നുണ്ട്. നവ്യേച്ചി അങ്ങനെ ആയിരിക്കും, പക്ഷെ നയനേച്ചി അങ്ങനെ അല്ലെന്ന് പറയുമ്പം എല്ലാം ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് മക്കളല്ലേ, പിന്നെ എല്ലാം കണക്കായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ അവളോ ആൺവേഷം കെട്ട് നടക്കുന്നവള്, അവൾ അതിലപ്പുറം ഫ്രോഡാന്ന് പറയുമ്പോഴേക്കും നന്ദുവിനെ കുറിച്ചൊന്നും പറയണ്ട, അവള് നല്ല സ്വഭാവമുള്ളവളാ എന്ന് പറയുമ്പോൾ, നിനക്കല്ലേലും അവളോട് കുറച്ച് സോഫ്റ്റ് കോർണർ കൂടുതലാണല്ലോ. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, അവളെ എനിക്ക് എന്റെ നല്ലൊരു ഫ്രണ്ടാ അവള്, അതുകൊണ്ട് അവളെ അങ്ങനെയൊന്നും ആരും പറഞ്ഞത് എനിക്ക് ഇഷ്ടമില്ല എന്ന് അനി പറയുന്നുണ്ട്. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തന്നെ ആയിരിക്കും നിന്റെ ഭാര്യ, പിന്നെ നിനക്ക് എന്താ ഇങ്ങനെ താല്പര്യമില്ലാത്തത്, നീ കൂടി സമ്മതിച്ചിട്ടല്ലേ വിവാഹമല്ലേ ഉറപ്പിച്ചത്, ഇനി അതല്ല എന്നെ നിനക്ക് ഇഷ്ടമില്ല, ഞാൻ വേറെ ശല്യാണെന്നൊക്കെ തോന്നാണെന്നുണ്ടെങ്കിൽ നീ അത് പറഞ്ഞാൽ മതി, ഞാൻ വിവാഹത്തിൽ നിന്ന് ഒഴിവായിക്കോളാം എന്നിങ്ങനെ അനാമിക പറയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ. ഇതിന്റെ ബാക്കിയൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.